ഫ്രണ്ട്സ്, ഇതാണ് കുളമ്പ് മാവ്. ശ്രീലങ്കൻ കുളമ്പ് മാവാണ് ഈ ഇരിക്കുന്നത്. ഞാൻ മാങ്ങയുടെ ടാഗ് അങ്ങനെ കളയാറില്ല. ഏത് പ്ലാന്റ് ആണെങ്കിലും ഞാൻ അതിൻ്റെ ടാഗ് കളയില്ല. ഇത് ശ്രീലങ്കൻ കുളമ്പാണ്. ഇത് രണ്ടാമത്തെ മാവ് പാകിസ്ഥാൻ ചോൺസ എന്ന് പറയും. ഗൾഫിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു മാങ്ങയാണിത്. ഇതിന് ടാഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ആപ്പിൾ റൊമാനിയ ആണ്. ഈ മാവിൽ ഇതിലുണ്ടാവുന്ന മാങ്ങ ആപ്പിളിൻ്റെ രൂപമായിരിക്കും. അതുകൊണ്ടാണ് ആപ്പിൾ റൊമാനിയ. ഇത് മെക്സിക്കോ ഇതിൻ്റെ ഒറിജിൻ മെക്സിക്കോയിലാണ്. സൗത്ത് അമേരിക്ക എന്നീ ഭാഗത്താണ് ഈ മാവ് കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. ഇതാണ് കാറ്റിമോൺ മാങ്ങ. കാറ്റിമോണിന് ഓൾ സീസൺ മാംഗോ എന്നൊരു പേരുകൂടി ഉണ്ട്. കാരണം ഒരു കൊല്ലത്തിൽ 3 പ്രാവശ്യം മാങ്ങ ഉണ്ടാവും എന്നാണ് പറയണത്. ഇതിനകത്ത് ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. തന്നെ ഞാൻ ഒറ്റെണ്ണത്തിൻ്റെ ടാഗ് കളഞ്ഞിട്ടില്ല. ടാഗ് ഉള്ളതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വച്ചേക്കാണ്. ഇതാണ് മല്ലിക മാങ്ങ. മല്ലിക മാങ്കോ ഗൾഫിലൊക്കെ, അതായത് മിഡിൽ ഈസ്റ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ടേസ്റ്റ് വളരെ അട്രാക്റ്റീവാണ്, വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാനൊരു തൈ ഒപ്പിച്ചെടുത്ത് ഇവിടെ നട്ടതാണ്. ഫ്രണ്ട്സ്, ഇതാണ് നാം ഡോക് മൈ. ഇത് നാം ഡോക് മൈ ഗ്രീനാണ്. ലോകത്തിലെ 5 ഏറ്റവും മധുരമുള്ള മാങ്ങകൾ എടുത്താൽ അതിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് നാം ഡോക് മൈ ആണ്. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്. തായ്ലൻഡാണ് നാം ഡോക് മൈയുടെ ഒറിജിൻ. നാം ഡോക് മൈ ഗോൾഡ് പിന്നെ പിങ്ക് ഉണ്ട്, പക്ഷേ ഇത് ഗ്രീനാണ്. ഫ്രണ്ട്സ്, ഇതാണ് സൂപ്പർ ക്യൂണിന് വേറൊരു പേരുകൂടിയുണ്ട്. ഐസ്ക്രീം മാംഗോ എന്നൊരു പേരുകൂടി ഉണ്ട്. ഇതിലുണ്ടാവുന്ന മാംഗോയിൽ ഒട്ടും ഫൈബർ കണ്ടന്റ് ഇല്ല. അത് കാരണം നമുക്ക് ഐസ്ക്രീം കഴിക്കുമാതിരി കഴിക്കാം. അതുകൊണ്ടാണ് ഇതിന് ഐസ്ക്രീം